ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്തെ വളരെ പ്രശസ്തമായ കുറച്ച് ക്ലബ്ബുകളിലൊന്നായ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നിവിടെ നിൽക്കാൻ കാരണം കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് എന്ന സ്പെഷ്യൽ സ്ക്വാഡിലെ തലവൻ, അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണറും എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനും വഴികാട്ടിയും എല്ലാമായ ടി അനികുമാർ സാർ ഈ മാസം 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസുകൾ കൈകാര്യം ചെയ്ത് പിടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ടി അനികുമാർ എന്ന അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ. അദ്ദേഹം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ തലവനും എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സബ് സോണിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുമാണ്. അദ്ദേഹം ഈ വരുന്ന 30-ാം തീയതി റിട്ടയർഡ് ആവുകയാണ് സർവീസിൽ നിന്നും. കഴിഞ്ഞ 19-ാം തീയതി കമ്മീഷണർ ഓഫീസിൽ വെച്ച് ഒരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ നൽകിയിരുന്നു. ഇന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അദ്ദേഹത്തിനൊരു യാത്രയയപ്പ് ചടങ്ങ് നടത്തുകയാണ്. അത് ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചാണ് നടത്തുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഒരു യാത്രയയപ്പ് പരിപാടിയിൽ, ചടങ്ങിൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഗാലറി ഓഫ് നാച്ചുർ എന്ന ചാനലിനും ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയ്ക്കും ക്ഷണമുണ്ടായിരുന്നു. ആ ക്ഷണം അനുസരിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. ഞാനും ഞങ്ങളുടെ കൂട്ടായ്മ അംഗമായ പ്രിയാശ്യാമുണ്ട്, ക്യാമറാമാൻ സുജി കല്ലാമുണ്ട്, ഇത്രയും പേര് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ വിശിഷ്ട അതിഥികളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ഉദ്യോഗസ്ഥരും ഓഫീസർമാരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ചെയ്യുന്ന ജോലിയിൽ 100% നീതി പുലർത്തുന്ന അനികുമാർ എന്ന അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണറെ തേടിയെത്തിയത് നിരവധി ബഹുമതികളാണ്. ഔദ്യോഗിക ജീവിതത്തിൽ 400ഓളം ഗുഡ് സർവീസ് എൻട്രികൾ, 2010, 2015, 2020, 2022 എന്നീ 4 വർഷങ്ങളിൽ സ്തുത്യർഹ സേവനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ 4 എക്സൈസ് മെഡലുകൾ, 2021, 2023 എന്നീ 2 വർഷങ്ങളിൽ പ്രവർത്തന മികവിനുള്ള ഡിറ്റക്റ്റീവ് എക്സലൻസ് മെഡലുകൾ, 2019 എക്സൈസിൽ ആദ്യമായും അവസാനമായും മികച്ച എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർക്കുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ, സർട്ടിഫിക്കറ്റ്, ക്യാഷ് അവാർഡ് എന്നിവ ലഭിച്ചു. ഇത്രയധികം ബഹുമതികൾ ലഭിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ഈ വിഭാഗത്തിലില്ല എന്നതാണ് അനികുമാർ എന്ന സീസ് തലവനെ വ്യത്യസ്തനാക്കുന്നത്. 200ഓളം കൊമേഴ്ഷ്യൽ NDPS കേസുകളും 200ഓളം സ്പിരിറ്റ് കേസുകളും അദ്ദേഹം പിടികൂടി. 200 സ്പിരിറ്റ് കേസുകളിലായി 1 ലക്ഷത്തിന് മുകളിൽ ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ ഉദ്യോഗസ്ഥൻ എന്ന പദവിയും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. പിടിയിലാകുന്ന കുറ്റവാളികളെ കേസിൽ നിന്ന് ഒഴിവാക്കാനായി പലവിധ സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 2 കോടി രൂപയാണ് തൊണ്ടി ഇനത്തിൽ പ്രതികളിൽ നിന്നും ഈടാക്കി സർക്കാരിലേക്ക് അടച്ചത്. തട്ടി ഞാൻ പറയുകയാണ്, ഇതിനപ്പുറം ജീവിതം ധന്യമാവാൻ ഒന്നുമില്ല. ശ്രീ അനികുമാറിന്റെ സത്യമായിട്ട് 2 വരിയും കൂടെ പറഞ്ഞാൽ വിങ്ങിപ്പോകും കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് നെഞ്ചിൽ ചേർത്ത് സ്നേഹമുള്ള എൻ്റെ ഈ ഇടവും വലവരിക്കുന്ന 2 സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജോലി വളരെ കുറച്ച് സംസാരിക്കാൻ, കാരണം അടുത്ത വരിയിലേക്ക് പോയി നിങ്ങൾക്ക് എത്ര നിങ്ങളിൽ ഓരോരുത്തർക്കും അനികുമാർ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ എനിക്ക് എത്രമാത്രമാണെന്നുള്ളത് എനിക്കതേക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു ആദരവായി ഞാനിതിനെ ഈ സ്ഥാനത്തെ കാണുന്നു. പ്രിയരെ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പറയാനുള്ള ഒരു വലിയ പ്രതിഭാസം. ക്രിക്കറ്റിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മറ്റു റെക്കോർഡുകളൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ ഭാരതരത്ന ക്രിക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല ഇനി മറ്റൊരാൾക്ക് ഭാരതരത്ന ക്രിക്കറ്റിലൂടെ കിട്ടുക. ആ നമ്മുടെ രത്നം തന്നെയാണ് ശ്രീ അനികുമാറിന്റെ യോഗത്തിലെത്തിയ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാനായി ഞാൻ ശ്രീ ബാലചന്ദ്രനെ ക്ഷണിക്കുകയാണ്. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ശ്രീ ബാലചന്ദ്രൻ. ഏറ്റവും അധികം സന്തോഷത്തോടെയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ നിൽക്കുന്നത്. ഈ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ ചാരിതാർത്ഥ്യത്തോളം എനിക്കുണ്ട്. കാരണം ഞാൻ എത്രയധികം ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു യാത്രയയപ്പ് സമ്മേളനമെന്നുള്ളതാണ്. ശ്രീ അനികുമാർ ഇപ്പോൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായി ജോലി ചെയ്തു. എക്സൈസിൽ 26 വർഷവും, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ 4 വർഷവും, പഞ്ചായത്തിൽ 3 വർഷവും പൂർത്തിയാക്കി 33ാമത്തെ വർഷത്തിൽ അദ്ദേഹം ഇവിടെ
ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് എക്സൈസ് വകുപ്പിൻ്റെ വിവിധ യൂണിറ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി യാത്രയയപ്പ് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വകുപ്പിനോടും സമൂഹത്തോടും ചെയ്ത സേവന പ്രവർത്തനങ്ങളെ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ്. സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സമൂഹത്തിലെ പ്രമുഖരായ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വകുപ്പിനോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾക്കൊരു ആവേശമായും ഞങ്ങൾക്ക് അനുഗ്രഹമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ പ്രശാന്ത് സാർ. എക്സൈസ് വകുപ്പ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ എല്ലാ അവസരങ്ങളിലും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ഗൈഡൻസും ഒക്കെ തന്ന് ഞങ്ങളെ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ പാതയിൽ ഒരു മാർഗദർശിയായി പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള RCCയുടെ അഡീഷണൽ ഡയറക്ടർ ശ്രീ സജീവ് സാർ, അദ്ദേഹം ശ്രീ അനികുമാറിന്റെ അഭ്യുദയകാംക്ഷി, അദ്ദേഹത്തിന്റെ സുഹൃത്തും അയൽവാസിയൊക്കെയാണ്. അദ്ദേഹം കൃത്യസമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീ EK ഹരികുമാർ സാർ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അതിനു മുമ്പ് അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം SBTയുടെ ചീഫ് ജനറൽ മാനേജറായി ജോലി ചെയ്യുകയും തുടർന്ന് KFCയുടെ ഡയറക്ടറായി ഇപ്പോൾ KTDFCയുടെ ഡയറക്ടറായി ജോലി ചെയ്യുന്നു. അതിലുപരി നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വലിയൊരു സാഹിത്യകാരൻ എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KSRോട് ബന്ധപ്പെട്ടായാലും നമ്മുടെ വകുപ്പിൻ്റെ സർവീസ് മാറ്റേഴ്സ് എല്ലാ കാര്യങ്ങളിലും അഗ്രഗണ്യനാണ് അനികുമാർ. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനത്തിലും അഗ്രഗണ്യന് മാർഗദർശിയാണ്, പൈനിയറാണ് ശ്രീ അനികുമാർ. അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനം ഞങ്ങളുടെ ഓഫീസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് ശ്രീ അനികുമാർ. ഈ പറഞ്ഞു വന്ന ഈ എക്സൈസിന്റെ ഈ സർവ്വ മേഖലയിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു വ്യക്തിത്വം എക്സൈസ് വകുപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എന്ന് എൻ്റെ അറിവ് ഈ 26 വർഷത്തെ സർവീസിൽ എല്ലാ മേഖലയും ഒരുപോലെ തിളങ്ങുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ എക്സൈസ് വകുപ്പിൽ ഉണ്ടായിട്ടില്ല. പ്രശാന്ത് സാറ് പറഞ്ഞൊരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനൻ. എക്സൈസ് വകുപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഒരു പ്രതിഭാസമാണ് ശ്രീ അനികുമാർ. പറയാൻ ഒരുപാടുണ്ട്. എനിക്ക് പറഞ്ഞ് നിർത്താൻ തോന്നാത്ത അത്ര നിർത്താൻ കഴിയുന്നില്ല. അതാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നന്മ പറയുമ്പോൾ എനിക്കൂടെ കിട്ടുന്ന സന്തോഷം, ഒരാളുടെ ചെയ്ത പ്രവർത്തനം നന്മ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആനന്ദവും അതുവഴി എൻ്റെ ശരീരത്തെ മനസ്സിൽ കിട്ടുന്ന ആ സുഖമൊക്കെ അനുഭവിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും ഒരുപാട് പേര് സംസാരിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിജയിക്കുന്നു. പ്രിയ സഹോദരൻ ശ്രീ അനികുമാറിനെ ഈ റിട്ടയർമെന്റ് പാർട്ടി ഒരുക്കിയ കേരള സ്റ്റേറ്റ് നമ്മുടെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് പിന്നീട് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. പക്ഷേ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സജീദ്, ഇതിന് ഏറ്റവും നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് RCCയുടെ ഒരു അഡീഷണൽ ഡയറക്ടർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു? അദ്ദേഹത്തിന്റെ നാട്ടുകാരനായതുകൊണ്ടല്ല, RCCയുടെ അഡീഷണൽ ഡയറക്ടർ ആയതുകൊണ്ടല്ല, ശരിക്കും ഇഞ്ചോടിച്ച് നിൽക്കുന്ന മറ്റൊരു അതുല്യ പ്രതിഭയെ നമുക്ക് ഈ യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടി എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അംഗീകാരമാണ്. ആദരവോടെ നമുക്ക് ക്ഷണിക്കാം ഡോക്ടർ സജീദ് A, അഡീഷണൽ ഡയറക്ടർ, ക്യാൻസർ ചികിത്സയുടെ ജനകീയ മുഖമാണ് ഡോക്ടർ. കേട്ടോണ്ടിരിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ എനിക്ക് പ്രശാന്ത് അസൈൻ ചെയ്ത റോള് ഉദ്ഘാടനത്തിനായി പോയി. അതുകൊണ്ട് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്, ഇപ്പം ആർക്കും സമയം ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു മനുഷ്യന് സമയമില്ല. അതായത് ഒരാൾ അസുഖമായിട്ട് കിടക്കണമെങ്കിൽ പോലും വന്ന് കാണാനുള്ള സമയമില്ല, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ഇപ്പം എന്ത് ചോദിച്ചാൽ മനുഷ്യൻ ഭയങ്കര തിരക്കാണ്. ഞങ്ങളെന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു 50 വർഷം മുന്നേ 50 വർഷം ശേഷമുള്ള കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്തു. ഒരു 50 വർഷം മുന്നേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിൽ അവശേഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അന്ന് എല്ലാവരും ഒരുപക്ഷെ 50 വയസ്സാകുമ്പോൾ
ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്തു പോകും. കാര്യം മനസ്സിലാവില്ല സാറിന്, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ആയുർവേദയോഗം. അന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടെക്നോളജിയും ഒന്നും അധികമൊന്നുമില്ല. പക്ഷേ അതിനും ഒരു 50 വർഷം മുന്നേ ആയുസ് 30 വർഷം. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഇൻവേഡേഴ്സ് വന്നിട്ടുള്ളത്, വേട്ടക്കാർ വന്നിട്ടുള്ളത്, മനുഷ്യരുടെ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുന്ന ആൾക്കാർ വന്നിട്ടുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് 30 വയസ്സായപ്പം ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒന്നുമില്ലാതെ തന്നെ രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി 30 വയസ്സായപ്പോൾ തിരിച്ചു പോയി. പക്ഷേ ഇപ്പോഴും ഏറ്റവും അവസാനത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് 100-120 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി യാതൊരു തടസ്സവുമില്ല. 100-120 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പോകാൻ പറ്റും. കയ്യിലിരിക്കുന്ന സെൽഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അന്റാർട്ടിക്കയിൽ സംസാരിക്കാൻ പറ്റും. ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത്ര ഗ്ലോറിഫൈഡാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എനിക്ക് എന്താണ് മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സംസാരിക്കാം. അതിനനുസരിച്ച് എനിക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമുക്കില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാര്യം എപ്പോഴും ഭയങ്കര തിരക്കാണ്. പക്ഷേ ഞാനത് ഭയങ്കര റിലാക്സ്ഡ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു സുഹൃത്ത് എനിക്ക് എൻ്റെ ഗ്രാമത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ആലോചിക്കേണ്ടി വരും. അത്ര തിക്ക് റിലേഷൻഷിപ്പാണ് എനിക്ക് അനികുമാറുമായിട്ടുള്ളത്. അത് ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ അസൂയോടുകൂടി ഒരു സമയത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടനൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പാരലൽ കോളേജ് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. പാരലൽ കോളേജ്, അതായത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാരലൽ കോളേജ് സംസ്കാരം. ആ സംസ്കാരത്തിൽ അനികുമാറിനെ പോലുള്ള കുട്ടികൾ പഠിക്കാൻ വരുന്നതിനെ കുറിച്ച് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമായി തലയാണ്. പക്ഷേ വീട്ടിലെ സാഹചര്യം ഒരു പുസ്തകം വാങ്ങാനോ ഒരു പുതിയ പേന വാങ്ങാനോ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയായിട്ടാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നേ നമുക്ക് സ്ട്രൈക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ആർട്സ് സ്പോർട്സ് ക്ലബിൻ്റെയും അന്ന് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ളതാണ്. ഇപ്പം ഞാനും അനികുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആർട്സ് സ്പോർട്സ് ക്ലബ്ബിൽ ആരും എവിടെ കൊടി പൊക്കിയാലും ശരി തന്നെ അവിടെ ഓടുന്നതിന് വേറെ ആൾക്കാർ ഫസ്റ്റ് വാങ്ങിച്ചാലും ഓട്ടത്തിൽ നമ്മൾ പങ്കെടുത്തിരിക്കും. അതിൽ ഒരു സംശയമില്ല. പിന്നെ ക്വിസ് മത്സരമാവട്ടെ, ആർട്സ് ഡിബേറ്റ്, അത് ഏതാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും മനസ്സിലാവണം ഇന്നതാണ് സംഗീതം. പക്ഷേ സംഘാടകർ ക്ഷമിക്കും, അവരും പറയും പങ്കെടുക്കട്ടെ എന്ന് പറയും. എപ്പോഴും ഫ്രണ്ട് കാണും എന്ന് പറഞ്ഞാൽ സമ്മാനം വാങ്ങുകയും ചെയ്യും. ഏറ്റവും അവസാനം നമ്മൾ നിരാശപ്പെടുത്തേണ്ടത് എഴുതിയിട്ട് നമ്മുടെ സ്ഥാനം നോക്കാതെ നമുക്ക് കപ്പം തരും. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വല്ലാത്തൊരു ഉത്തേജനമാണ്. പറയാം, പഠിക്കാനും നമുക്ക് സംസാരിക്കാനും എല്ലാം വല്ലാത്തൊരു ആവേശമാണ് ആ നാട്ടിൻപുറത്തുകാർ നമുക്ക് തരുന്നത്. നമ്മളത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ കഴിഞ്ഞ് എസ് എൻ കോളേജ് പോകുമ്പോഴും ആവേശത്തിൽ ഒരു കുറവുമില്ല. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് എസ് എ വേണമെങ്കിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ കയറി സംസാരിക്കും. ഞാൻ തിരിച്ചിപ്പുറത്തെ സൈഡിലാണ്. പക്ഷെ സൗഹൃദത്തിന് ഒരു ദിവസം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പഠിക്കാനും മത്സര ബുദ്ധിയോടുകൂടി പഠിക്കാനും തയ്യാറാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകും. പിന്നെ ഇദ്ദേഹം LLBക്കൊക്കെ പോയി. LLBക്ക് പോയിട്ട് കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്ക് അത്ര വലിയ പിടുത്തമില്ല ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അതിന് വൈകുന്നേരം ആകുമ്പോൾ എവിടെയൊക്കെ ക്ലാസ് ഉണ്ടോ, എവിടെയൊക്കെ സമ്മേളനങ്ങളുണ്ടോ അതെല്ലാം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അവിടെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് വോളിബോൾ കളിക്കണം. എന്നിട്ട് ഇപ്പം എത്രത്തോളം എനിക്ക് അറിയണം, നാട്ടുമ്പുറത്തൊരു വികാരം എത്രത്തോളം എനിക്കറിയാം. അന്ന് ഞങ്ങൾക്ക് ഒരു വാഹനമൊക്കെ പിടിച്ച്, കയ്യിൽ ഒരു പൈസയും കാണില്ല, പക്ഷെ ഒരു വാഹനമൊക്കെ പിടിച്ച് തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒക്കെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് 2 ആൾക്കാരെയൊക്കെ ജയിക്കാനുള്ള ഉറപ്പുവരുത്താൻ വേണ്ടി അതും ചെയ്യും. എന്നിട്ട് കപ്പുമായിട്ട് തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് വരുമ്പോൾ ഉള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാക്കണ അരവിന്ദണ്ണൻ അവിടെ നിൽക്കും, ഞങ്ങളെ സ്വീകരിക്കും. അതൊക്കെ വല്ലാത്തൊരു ഓർമ്മ. അവസാനം വിങ്സ് ഓഫ് വുമനിലെ പ്രിയപ്പെട്ട ചേച്ചി, എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ ഏറെ അർഹതയുള്ളവരാണ് നിങ്ങൾ. രഞ്ജി ചേച്ചിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുണ്ടല്ലോ നമ്മുടെ ലൈബ്രറിയുടെ ഏറ്റവും ഒടുവിൽ വന്ന് ഏതൊരു ഓഫീസറും കനലെരിയുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഇവരിലേക്കൊക്കെ മെഴുകുതിരി വെട്ടം എത്തുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഒരുപാട് സ്നേഹം കേട്ടോ കണ്ടതിൽ. അങ്ങനെ ഓഫീസറായിട്ടിരുന്ന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടിരുന്ന് അല്ലെങ്കിൽ ഈ എന്താ പറയുക മൈക്കിൽ അല്ലെങ്കിൽ ജീപ്പിൽ മാത്രം ഇരുന്നുള്ള പ്രവർത്തനത്തിൽ ഞാൻ സാറിനെ കണ്ടിട്ടില്ല.
2012 തൊട്ട് ഇന്നേക്ക് 12 വർഷവും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന അഹങ്കാരവും ആശ്വാസവും ധൈര്യവും ജീവിതത്തിൽ സത്യസന്ധമായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ യാത്രയയപ്പുകളിലോ അല്ലെങ്കിൽ ഒരാളില്ലാണ്ടാവുമ്പോഴോ ഒക്കെ പറയുന്ന വാക്കല്ലിത്, ഇതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുക. ഒപ്പം മുകേഷ് സാറും കൃഷ്ണകുമാർ സാറും ചേരുന്ന ഒരു വലിയ ടീം വർക്ക്. എനിക്ക് 23 സ്റ്റാഫുണ്ട്. ഞാൻ നിളയിലെ NGOയിൽ എനിക്ക് 200 വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് അനികുമാർ സാറിനെ കൊടുത്തൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടണമെന്ന്. ഇടയ്ക്കെപ്പോഴോ വീഡിയോയിൽ 8 പേരൊന്ന് തിരിഞ്ഞ് സാറിൻ്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടത്. ഒന്ന് നിൽക്കുന്നൊരു സ്റ്റൈല് ഡോക്ടർ ചിത്ര TKMൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് അയച്ചപ്പോൾ എന്നോട് ചോദിച്ചത് കമ്മീഷണർമാരൊക്കെ ഇങ്ങനെയൊക്കെ കൂടെ നിൽക്കുമോ ആളുകളുടെ കൂടെ എന്നാ. അപ്പോൾ ടീം വർക്കിൽ ടീം ലീഡർഷിപ്പിൽ കണ്ടുപിടിക്കേണ്ട ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ സജി സാർ പറഞ്ഞതുപോലെ മോസ്റ്റ് വെൽക്കം തന്നെയാണ്. ഞാനതൊരു 1 വർഷം മുന്നേ പറഞ്ഞതാണ്. സമൂഹത്തിന് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റും ഓഫീസേഴ്സും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലും ഒക്കെ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിൻ്റെ 100 ഇരട്ടി സാറിന് സമൂഹത്തിൽ ചെയ്യാൻ ഒരുപാടുണ്ട്. ഒന്നും പറയാനില്ല. തീർച്ചയായും കേവലം കേസുകൾ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ എൻഡ് റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ അനികുമാർ സാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീമും ചെയ്യുന്ന ഒരു സിൻസിയർ എഫേർട്ട് ഞങ്ങൾ എല്ലാ GPമാരും, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള GPമാരും എപ്പോഴും പറയുന്നതാണ്. അനികുമാർ സാറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അതിൻ്റെ അറ്റം കണ്ടിട്ടേ പോവുള്ളൂ. ആ അറ്റം വരെ പോകുന്ന ആ ഒരു നിശ്ചയദാർഢ്യവും തീർച്ചയായും തുടർന്ന് വരുന്ന ഇതിന് പുറകിൽ നിൽക്കുന്ന ഒരു ടീമുണ്ട്, അവരത് ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സാർ എന്തായാലും നമ്മുടെ കൂടെയുണ്ട്, എവിടേക്കും പോകുന്നില്ല. ഞങ്ങൾ സാറിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ശരീരം കൊണ്ടല്ല സാറിനെ ചേർത്ത് നിർത്തുന്നത്, ഹൃദയം കൊണ്ടാണ് സാറിനെ ചേർത്ത് നിർത്തുന്നത്. സാർ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. പക്ഷേ സാർ സാർ തെളിയിച്ച ഒരു തിരി, ആ ഒരു ആവേശത്തിൻ്റെ ജ്വാല കുറച്ചുകൂടി ആണിക്കത്തിക്കാൻ വേണ്ടി തുടർന്നു വരുന്ന തലമുറയ്ക്കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ ഞങ്ങൾ വിടുന്നില്ല എന്ന് വീണ്ടും പറയുന്നു. സാറിന് എല്ലാ ആശംസകളും. ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി കൈവിലങ്ങുകളില്ലാതെ ചങ്ങലകളില്ലാതെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അനികുമാർ എനിക്ക് പരിചയം എൻ്റെ വാപ്പയുടെ നാട്ടുകാരനാണ്. എൻ്റെ വാപ്പ ചന്തവളക്കാരനാണ്, ചന്തവിളയാണ്. അനികുമാറിൻ്റെ വീടും എൻ്റെ വാപ്പയുടെ ബാക്കിലും ഒരു പിള്ളയുണ്ട്, കാസിം പിള്ള എന്നാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട് എൻ്റെ വാപ്പ അവിടുത്തെ ഒരു പിള്ളയാണെന്നുള്ളത്. പിന്നെ അനികുമാറിൻ്റെ ബന്ധു എൻ്റെ വീട്ടിന് തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങൾ വളരെ ചെറിയ കാലം മുതൽ എക്സൈസിൽ വരുന്നതിന് മുമ്പ് തന്നെ അനികുമാറിനെ അറിയാം. പിന്നെ എക്സൈസിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ അതിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. ഇപ്പോൾ ഗീനാകുമാരി പറഞ്ഞതുപോലെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ അവസാനിക്കും. പിന്നെ നമ്മൾ സമൻസ് കിട്ടും, നമ്മൾ ആദ്യം ഒരിതാണ്. പക്ഷെ ഒരു കേസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം വരെ, ഗീനാകുമാരി പറഞ്ഞ വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്, ഏറ്റവും അവസാനം വരെ അതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഓരോ ഇഷ്യൂസിലും. അപ്പോൾ എനിക്കൊരു 4.5 വർഷം ആ ഫൈറ്റിൻ്റെ ഓരോ ഇഷ്യൂസിലും ഓരോ കാര്യങ്ങൾക്കും, ഒരു കേസ് എടുപ്പിക്കാനാണെങ്കിലും ഒരു കൂടെയായി നിൽക്കാനായിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സാധാരണ ഒരു എൻഫോഴ്സ്മെന്റ് ടീമിനേക്കാൾ കൂടുതൽ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ ഈ കണ്ണൂർ സ്ക്വാഡിൽ ഒരു ടാറ്റാ സുമോ പോലെ ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ടൊയോട്ടയുടെ ഒരു ഇന്നോവ കാർ ഉണ്ടായിരുന്നു. അപ്പൊ അത് അനികുമാറിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലം അനികുമാറിന് കുറച്ച് ത്രട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനും നമുക്ക് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് കഴിഞ്ഞു. ഇതൊരു വലിയ ടീമായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ കേരളത്തില് മൊത്തം പിടിച്ചിട്ടുള്ള കേസുകളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ അതിന്റെ ഒരു മിനിമം ഒരു 40% കോൺട്രിബ്യൂഷൻ അനികുമാർ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയുടേതായിരിക്കും. അപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ പഞ്ചവത്സര LLBയുടെ 3ാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് 1993 ടി അനികുമാർ പഞ്ചായത്ത് വകുപ്പിൽ ക്ലർക്കായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത്. പിന്നീട് വ്യവസായ വകുപ്പിൽ ക്ലർക്കായി ജോലി ലഭിച്ചു. രണ്ടിടത്തുമായി 6 വർഷം ജോലി ചെയ്ത ശേഷമാണ് 1998 ഡിസംബർ 1 എക്സൈസ് വകുപ്പിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്.
തൃശൂർ ജില്ലയിലെ പഴയത്തൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലായിരുന്നു ആദ്യ നിയമനം. പണ്ടുണ്ടായിരുന്ന പല കാലഘട്ടത്തിലും എക്സൈസിന് അങ്ങനെ ഒരു മോശമായ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ വളരെയേറെ എക്സൈസിൻ്റെ യശസ് അല്ലെങ്കിൽ പേര് മാറി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും അധികം കാരണക്കാരനായ ഒരു വ്യക്തി അനികുമാർ തന്നെയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും, കാരണം ഞാനായാലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അഭിമാനം ഇപ്പോൾ അത് നേടിത്തരുന്നതിൽ ഒരു വലിയ പങ്ക് അനി വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എത്ര ദീർഘകാലം സേവനം ചെയ്താലും അത് വെറും അഴുകുഴമ്പനായി എങ്ങും കാണാതെ അറിയാതെ അടയാളപ്പെടുത്താതെ പോകുന്നു. പക്ഷെ ശ്രീ അനികുമാറിനെ സംബന്ധിച്ച് ഇവിടെ പുരസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നെങ്കിൽ രാഷ്ട്രപതിയുടെ അടക്കം പതക്കം ലഭിക്കുമായിരുന്നു. എന്ത് കാര്യം? എത്രയോ പേര് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി തിരിച്ചേൽപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നതും പ്രഖ്യാപിക്കുന്നതും ഒക്കെ നമ്മൾ കാണലുണ്ട്. പക്ഷെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടുക എന്നുള്ളതാണ് ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രത്യേകിച്ച് നമ്മൾ വേറിട്ട് പറയാം. സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രശസ്തരാകുന്ന ആളുകളുണ്ട്. പക്ഷെ സർക്കാർ സംവിധാനങ്ങളുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് സാമൂഹ്യ സേവനം അദ്ദേഹത്തിന്റെ ദൗത്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളൊക്കെ ഇവിടെ വരാൻ ഇടയാതെ അതുകൊണ്ടാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ നടപടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? ഞാൻ 4 വർഷം മുമ്പ് വിരമിച്ച ഒരാളാണ്. അപ്പോൾ അതല്ല അതിന്റെ കാര്യം. ഇവിടെ രാജാജി നഗറിലെ അടക്കം പറഞ്ഞു. രാജാജി നഗറിൽ നിന്ന് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തിന്റെ ഒരു സൂക്ഷിപ്പുകാരനാണ്. അവിടുത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ മാറ്റമാണ്. ആ ഒരു പർട്ടിക്കുലർ ഒരു 5 ഏക്കറിലെ 3 ഏക്കറിലെ ഒരു മാറ്റമല്ല. അവിടെ താമസിക്കുന്ന 100-400 കുടുംബങ്ങളുടെ മാറ്റമല്ല. അത് ഒരു അടയാളപ്പെടുത്തലാണ്. രാജാജി നഗർ എന്ന് പറയുന്ന നഗര ഹൃദയത്തിലെ മാലിന്യമാണ് നീക്കം ചെയ്തത്. അതുപോലെ ഞങ്ങളുടെ പ്രദേശം ഭീമാവള്ളി, വള്ളക്കടവ് ഉൾപ്പെടെയുള്ള എയർപോർട്ടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ലഹരി വസ്തുക്കളുടെ കരാളമായ ഹസ്തത്തിനകത്തായി. അത് മാറ്റിയെടുക്കുന്നതിന് അവിടുത്തെ പൊതുപ്രവർത്തകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരുടെയും യുവജനങ്ങളുടെയും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് ആ ഡ്രൈവിന്റെ ഭാഗമാകുമ്പോഴാണ് വിജയിക്കുന്നത്. അതാണ് ഞാൻ ശ്രീ ടി അനികുമാറിന് വകവെച്ചു കൊടുക്കുന്ന കാര്യം. 2001 മാറ്റം ലഭിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ന ശേഷം ഇടയ്ക്ക് 2.5 മാസം തിരൂരിൽ ജോലി ചെയ്തത് ഒഴിച്ചാൽ പിന്നീട് ഇതുവരെ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇദ്ദേഹം ജോലി ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് നിങ്ങൾക്ക് കിട്ടിയത്. മക്കളുടെ മുമ്പേ, ഭാര്യയുടെ മുമ്പേ, എല്ലാവരുടെ മുമ്പേ നല്ലൊരു അഭിമാനത്തോടു കൂടെ ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല. സാറിന് വിങ്സ് ഓഫ് ഹ്യൂമൻ്റെ ഞങ്ങൾ ഒരു മൊമെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്ന നമ്മളിലൊരാളായി ഞങ്ങളോടൊപ്പം നിന്ന അനികുമാർ സാറിനെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പോലീസിൻ്റെ ഒരു ഇതുമല്ല ഞങ്ങൾ സാറിനെ കാണുന്ന, അങ്ങനെ തന്നെയാണ് ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനായി തന്നെയാണ് കാണുന്നത്. എന്നും ഞങ്ങളോടൊപ്പം കാണുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ദൈവം ദീർഘായുസ്സോടെ നിറയ്ക്കട്ടെ, തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേർക്ക് മാതൃകയുള്ള ഒരു നല്ല ഒരു മനസ്സിനുടമയെ തരട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിർത്തുന്നു. 2012 എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സൗത്ത്, നോർത്ത്, സെൻട്രൽ എന്നിങ്ങനെ സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ചപ്പോൾ അതിൽ സൗത്ത് സോൺ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ചുമതലയും 3 സോണുകളുടെ മേൽനോട്ടവും ഇദ്ദേഹത്തിനായിരുന്നു. KSBCയിൽ 1.25 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായി നിയമിതനാകുന്നത്. 2019 അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം നിലവിലുള്ള 3 കമ്മീഷണർ സ്ക്വാഡിന് പുറമെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ തലവനായി നിയമിച്ചതും ടി അനികുമാറിനെ ആയിരുന്നു. ഈ സമയത്താണ് കേരളത്തിൽ ഏറ്റവും അധികം സ്പിരിറ്റ് വേട്ട നടന്നത്.
ആദ്യമായി ഏറ്റവും ആദരണീയനായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ടി അനികുമാർ സാർ, എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശ്രീ കൃഷ്ണകുമാർ സാർ, ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ അനികുമാറിന് സാധിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലെ ചില ഉദ്യോഗസ്ഥരും സ്പിരിറ്റ് കൊണ്ടുവരാനുള്ള കരാർ ഏറ്റെടുക്കുന്നവരും തമ്മിൽ നടത്തിയ വൻ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹമായിരുന്നു. ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സ്പിരിറ്റാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മോഷ്ടിച്ച് മഹാരാഷ്ട്ര ബോർഡറിലുള്ള അബ്ബ എന്ന സ്പിരിറ്റ് രാജാവിന് മറിച്ചു വിറ്റത്. സർക്കാർ പെർമിറ്റ് ഉപയോഗിച്ച് സ്പിരിറ്റ് കൈമാറിയ ശേഷം എത്തിയ ലോറികളിൽ 2 എണ്ണം അനികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ലോറിയിൽ നിന്നും 22,000 ലിറ്റർ സ്പിരിറ്റും വിൽപ്പനയിൽ ലഭിച്ച 10,28,000 രൂപയും കണ്ടെത്തി പുളിങ്കീഴ് പോലീസിനെ കൈമാറുകയുണ്ടായി. നിലവിൽ പത്തനംതിട്ട വിജിലൻസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പൊതുജനങ്ങളുടെയും സേനാംഗങ്ങളുടെയും പ്രിയങ്കരൻ കൂടിയാണ് ടി അനികുമാർ. വിമുക്തി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി കേസുകളിൽ പെട്ടതും ലഹരിക്കടിമകളുമായ 200ഓളം കുട്ടികളെ കണ്ടെത്തി ഡി അഡിക്ഷൻ സെൻ്ററുകളിലെത്തിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. എക്സൈസ് വകുപ്പിൻ്റെ ഉണർവ് എന്ന പ്രോജക്റ്റ് 2018 തിരുവനന്തപുരത്തെ 4 സർക്കാർ സ്കൂളുകളിൽ ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. മയക്കുമരുന്നിൻ്റെ പിടിയിൽപ്പെടാതെ കുട്ടികളെ കലാകായിക ലഹരിയിലേക്ക് കൊണ്ടുവരുന്ന ഉണർവ് എന്ന പദ്ധതി പിന്നീട് സർക്കാർ സംസ്ഥാനം വ്യാപകമായി നടപ്പിലാക്കി. ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ട തിരുവനന്തപുരം ചെങ്കൽച്ചൂള കോളനിയിലെ 100 കണക്കിന് വരുന്ന വീട്ടമ്മമാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് വിങ്സ് ഓഫ് വുമൺ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് രാജാജി നഗറിൽ ലൈബ്രറി സ്ഥാപിച്ചതും ഈ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആയിരുന്നു. പോലീസും എക്സൈസും കയറി ചെല്ലാൻ പോലും അറച്ചു നിന്ന ചെങ്കൽച്ചുള്ള കോളനിയിൽ ലഹരി വിമുക്ത ക്ലാസുകൾ സംഘടിപ്പിച്ച് അവർക്കൊപ്പം നിന്ന് അവിടം ലഹരി വിമുക്ത കോളനിയാക്കി മാറ്റി. അവിടുത്തെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും കോച്ചിങ് ക്ലാസുകൾ സംഘടിപ്പിച്ചും അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുകയാണ് ടി അനികുമാർ. എന്താ പറയുക, കളിച്ചു വളർന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ വൃത്തക്കേടുകളും ഒരുമിച്ച് ചെയ്ത് സജീവ് ഉള്ളപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലമാണ് ഓർമ്മിക്കുന്നത്. ഇവിടെയൊക്കെ മാവിൽ കയറാൻ പറ്റുമോ, സൈക്കിളൊന്നും ഇല്ലെന്ന്, അതുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ പുറകെയൊക്കെ പോകുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒരുമിച്ചാണ് പോകണം, ഇറങ്ങി കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിക്കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല അനുഭവമുള്ള എൻ്റെ പ്രിയങ്കരനായ സജീദ് ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ വേദിയിൽ ബഹിഷ്ഠരായിരിക്കുന്ന ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നത് അനുചിതമാകുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഞാൻ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ് ഇവിടെയുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ 32 വർഷത്തോളമുള്ള എൻ്റെ സർക്കാർ സർവീസ് പൂർത്തിയാക്കി ഞാൻ ഈ വരുന്ന 30-ാം തീയതി പടിയിറങ്ങുന്നത്. കാരണം നമുക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പലരും എന്നോട് ചോദിക്കണം, ഷാജിയൊക്കെ എന്നോട് ചോദിച്ചു സങ്കടമുണ്ടോ, വിഷമമുണ്ടോ, ഫീലിംഗ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഫോട്ടോകളിലൊക്കെ എൻ്റെ കണ്ണടയിൽ കൂടി കണ്ണ് കാണുമ്പോൾ ഒരു നനവ് കണ്ണിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അത് 2 കണ്ണും സർജറി ചെയ്തതുകൊണ്ടാണ്. ഞാൻ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ, എനിക്ക് ജന്മന തന്നെ കാർഡിയോളജി പ്രോബ്ലം ഉണ്ട്, ലിവർ പ്രോബ്ലം ഉണ്ട്, പിന്നെ വളരെ വർഷങ്ങളായിട്ട് ഷുഗർ പ്രോബ്ലം ഉണ്ട്. ഇതിനെയെല്ലാം ഞാൻ അതിജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിച്ചോ മറ്റൊന്നുമല്ല. എപ്പോഴും ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ഉറക്കത്തിൽ ഒന്ന് വെളുപ്പിനെ ഒരു 2:30 മണി തൊട്ട് ഞാൻ ഉണർന്ന് അടുത്ത ദിവസം ഞാൻ റിട്ടയർ ചെയ്യുന്നു എന്നുള്ള ചിന്തയിലല്ല. മലപ്പുറത്ത് നിന്ന് എൻ്റെ സ്ക്വാഡിലുള്ള മുഹമ്മദ് അലി എന്നെ വിളിക്കുന്നു. ഒരു
കാര്യത്തിന് വേണ്ടി, അതായത് കേസ് നോക്കാൻ വേണ്ടി കുറച്ച് നാളുകളായിട്ട് നോക്കുന്നുണ്ട് ആ കേസ് അയാളെ പിടിക്കാൻ. പക്ഷേ ഇന്നലെയും കിട്ടിയില്ല, വളരെ നിരാശയുണ്ട്. അത് പിടിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. അതാണ് എൻ്റെ രീതി. നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊണ്ടേ ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞത് സത്യമാണ്. അതിൻ്റെ ഒടുക്കം കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. അവിടെയൊക്കെ ഞാൻ പഠിച്ച പാഠമാണ്. എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ, നമ്മുടെ സഹപ്രവർത്തകൻ നമ്മളിൽ നിന്ന്, ലീഡർഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന്, ഒരു ലീഡറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ ആരുടെയും തലയിൽ ഒരു കുറ്റകൃത്യവും വെച്ചിട്ടില്ല. എന്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വർക്ക് മുഴുവൻ എനിക്ക് ചെയ്യുവാൻ സാധിച്ചത് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് തന്ന പിന്തുണ കൊണ്ടും ആ ടീം വർക്ക് കൊണ്ടും. അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നും അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇത്രയധികം കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ കാണുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ഒരു തെളിപ്പതി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊരു കേസിന് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം, മനസ്സുകൊണ്ട് ആശയവിനിമയം. മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ടി.പി. രാമകൃഷ്ണൻ സാറിനെ സ്മരിക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു കടന്ന കൈയായി. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ നേതാക്കളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും എനിക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റിന്റെയും ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരുടെയും മുന്നിൽ തലവലിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ എനിക്ക് വലിയ ആദരവുണ്ട്. കാരണം എന്നെ വിശ്വസിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്നെ വിളിച്ച് എന്നോട് അതിനോട് ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കുന്നത്. അത് വിസ്മരിക്കാൻ പറ്റില്ല. അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ദീപു സാറ് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരെയാണ് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. എന്നെയും മുകേഷിനെയും വിനോദിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഗവൺമെന്റിന് ഇനി ഒരു, ആ സമയത്തുള്ള പ്രതിസന്ധി വളരെ പ്രശ്നങ്ങളായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന സാഹചര്യമൊന്നുമല്ല. കോവിഡും പ്രളയമൊക്കെ വരുന്നതിന് മുമ്പാണ്. ഒരു മദ്യദുരന്തം താങ്ങുവാനുള്ള ഒരു ശേഷി ഈ സമയത്ത് ഗവൺമെന്റിനില്ല. അനിൽകുമാർ, അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കാം. ഒരു മദ്യദുരന്തം ഉണ്ടാകരുത്, സ്പിരിറ്റ് സീഷർ നടത്തണം, ഒരു സ്ഥലത്തും വ്യാജ സ്പിരിറ്റ് ഇറങ്ങരുത്, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടൊരു പോരാട്ടം നടത്തണമെന്ന് അദ്ദേഹം എന്നോട് പറയുകയും അതൊരു അഭിമാനമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയും സാറ് ഞങ്ങൾക്ക് എല്ലാ സഹകരണവും സപ്പോർട്ടും തന്നു. ആ സമയത്താണ് സാറ് അവിടെ വരുന്നു, അനന്തേഷ് സാർ വരുന്നു. ഒരു വലിയ ടീം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആ ടീം വർക്കാണ് നമുക്ക് ഈ വിജയം എല്ലാം ഉണ്ടാക്കി തന്നത്. അതിന് ഏറ്റവും വലിയ കടപ്പാട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട്, എൻ്റെ രാഷ്ട്രീയം എന്തോ ആകട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ആകട്ടെ, പലപ്പോഴും എനിക്ക് കിട്ടാത്ത, പല സമയത്ത് കിട്ടാത്ത പിന്തുണയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ നല്ല ടീം എന്ന് പറയുന്നത് സാറുണ്ടായിരുന്നു, വിജിലൻസ് SP ആയിട്ട് അനന്തേഷ് സാർ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാവായിരുന്നു സാർ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു, പറയാതിരിക്കുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങളുടെ നാവായിരുന്നു. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം. അങ്ങനെ ഉള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്.